വല്ലതും പറ്റിയായിരുന്നെങ്കിൽ തനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഏത് സൈഡ് കയറി വന്നാലും മൈക്ക് ഓഫ് ചെയ്തിട്ട് താൻ സംസാരിച്ചാൽ മതി. ഇല്ല അത് ഞാൻ എടുത്തല്ലോ. ഇങ്ങനെയാണ് വണ്ടി നോക്കി എടുത്തോണ്ട് വരുന്നത്. ഇതാണ് തന്റെ സൈഡ്. ഞാൻ ഓവർ സ്പീഡാ. ഞാൻ ഓവർ സ്പീഡാണ്. താനി പിടിച്ച് ആകാശത്താണല്ലോ. ഞാൻ ചേട്ടൻ പറയട്ടെ. ഞാൻ ആ ചാക്കറ്റിന് കാലി അടിച്ചോണ്ടിരിക്കും. ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. നീ പറയലടാ, നീ അവിടുന്ന് വണ്ടി തെറ്റിച്ചാ കൊണ്ടുവന്നത്. ഞാനാ? നീ റോങ് സൈഡ് വണ്ടി കൊണ്ട് ചിലപ്പോ നിങ്ങളുടെ നാടായിരിക്കും തിന്നവിട് കാണിക്കാം. ഐ ഹാവ് ഓൾ മൈ പേപ്പേഴ്സ് വിത്ത് മീ. നമുക്ക് കേസിന് പോവാം. നമുക്ക് കേസിന് പോവാം. നീ മര്യാദ നീ അവിടുന്ന് ഓടിച്ചു വരുന്നു. ചേട്ടാ ഇവിടെ ഞാൻ മര്യാദക്ക് ബൈക്ക് ഓടിച്ചോണ്ടിരുന്നു. ഇവൻ മൊബൈൽ വിളിക്കും. ഞാൻ കണ്ടായിരുന്നു. ഓവർ സ്പീഡ് ആയിരുന്നില്ല. ആര് കണ്ടെന്നാ പറയണത്? ഞാൻ അവിടെ കണ്ടോണ്ടിരിക്കുന്നു. അല്ല മോൻ ഇച്ചിരി ഓവർ സ്പീഡ് ഉണ്ട്. അല്ല നമ്മളൊരു വളവൊക്കെ വരുമ്പോ ഈ പുള്ളി ഓൺ അടിച്ചോണ്ടാണ് വന്നത്. മോൻ ഓൺ അടിക്കാതെ ഞാൻ കണ്ടോണ്ടിരിക്കുന്നല്ലോ. ഇവനൊന്നാണ് ഇച്ചിരി ഓവർ സ്പീഡ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കില്ല. ഞാൻ ഈ കടയിൽ അവൻ അവിടെ നിന്ന് വരുന്നു. ഇവൻ ഓൺ അടിച്ചു. ഇവൻ എന്നാ ഓൺ അടിച്ച എന്താ പ്രശ്നം? സിഗരറ്റിന് ഓൺ അടിക്കുന്നതിനാണ്. സിഗ്നൽ അടിക്കുന്ന വളം വന്നു കഴിഞ്ഞാൽ ഇവന് ഓൺ അടിച്ചു പോകാൻ നമുക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്. പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമാണ്. അയ്യോ എടാ, നമ്മൾ ആർക്ക് വേണ്ടിയാടാ തല്ല് പിടിച്ചത്? എടാ നമ്മൾ ആ 2 വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ തല്ല് പിടിച്ചത്. എന്നിട്ട് അവന്മാർ എന്തിയാടാ? അവന്മാര് പറഞ്ഞ പോലെ പോയല്ലോ. എടാ ഇതാണ് പറഞ്ഞത്, ആരെങ്കിലും വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ കാരണ സഹിതം എന്താന്ന് അറിഞ്ഞിട്ടേ പോയി ഇടപെടാളൂ കേട്ടോ. ഇനി ഞാൻ എന്റെ ജന്മത്ത് പോകില്ല. അയ്യോ എന്ത് പറ്റിയേട്ടാ? വണ്ടി ഇടിച്ചത് വണ്ടി ഇടിച്ച് എന്നാ പറ്റിയ? എന്താ പറ്റിയ? വണ്ടി ഇടിച്ചു തന്നെയാ. കണ്ടു നിന്നവനെ ആശ്രയി കൊണ്ട്. നീ നല്ല കള്ളു കുടിച്ച് വീലായിട്ട് തോക്കെടുത്തിന്റെ ഭാര്യ വെടിവെക്കാൻ പോയെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു. ശരിയാണ്? ശരിയാ. അത് എനിക്കൊരു അബദ്ധം പറ്റിയ എന്റെ പണിക്കലാട്ടോ. ഞാൻ ഈ എന്റെ കള്ളുകൂടിയാണ് ഇതിനെല്ലാത്തിനും കാരണം. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ ഈ കള്ളുകൂടിയാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കണെന്ന്. ഇനി മുതൽ ഏതായാലും നീ തോക്കെടുത്ത് കള്ളും കുടിച്ചതിന്റെ ഭാര്യ വെടിവെക്കാൻ നോക്കൂലല്ലോ. ഇല്ല, സത്യമായിട്ടും വരിക. ഇനി കള്ളു കുടിച്ചോണ്ട് ഞാൻ വെടിവെക്കത്തില്ല. കള്ളു കുടിക്കാതെ ഞാൻ വെടിവെക്കും. അതെന്താ? ആ കള്ളു കുടിച്ചതിന് ഉന്നം തെറ്റു വന്നു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പണിക്കലായിട്ടൊരു കാര്യമല്ലല്ലോ. നമ്മൾ ആണുങ്ങൾ പറഞ്ഞ പെണ്ണുങ്ങൾ അനുസരിക്കണം, വേണ്ടേ? പിന്നെ വേണം 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 അനുസരിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അവൾ അനുസരിച്ചില്ലെന്ന്. ആട്ടെ, നീ എന്ത് കാര്യോ പറഞ്ഞത്? എന്റെ പണിക്കലായിട്ടാ ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നും രാവിലെ എഴുന്നേറ്റ് 5 മണിയാകുമ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. അവള് കുറച്ച് ദിവസമൊക്കെ പോയി. ഇങ്ങനെ അവള് പോയില്ല. അവൾക്ക് ഭയങ്കര പാടി. അല്ല, എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് പോകണമെന്ന് പറയാൻ എന്ത് അത്രക്ക് ഭക്തിയാണ്? ഭക്തിയുടെ ഒന്നും അല്ലെന്ന്. ഈ അവള് അമ്പലത്തിൽ പോയി കഴിയുമ്പോഴേ ഞാൻ എഴുന്നേറ്റ് വരുമ്പോ അവളുടെ ആ തിരുമോന്ത കണി കാണണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ ഐഡിയ ആണല്ലോ. ഏതായാലും നാളെ മുതൽ രാവിലെ എല്ലാ ദിവസവും ഞാൻ കമലുവിനെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടാൻ പോവുകയാണ്. വെരി ഗുഡ്. അങ്ങനെയാണോ? അത് പോട്ടെ, നീ നേരത്തെ കല്യാണിയെ വെടിവെക്കാനായിട്ട് ഒരു തോക്ക് ഉപയോഗിച്ചെന്ന് കേട്ടല്ലോ. ഈ തോക്കിനൊക്കെ എവിടെ നിന്നാ കിട്ടിയത്? അതെന്റെ അനിയന്റെ തോക്കാണ്.
അവൻ ഒന്നാന്തരം ഒരു വേട്ടക്കാരൻ, അറിയോ? ആണോ? പിന്നെ പുലിനെ പിടിക്കാൻ അവനെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. ആഹാ, അവൻ അത്ര ഭയങ്കരനാണ്? ആണോന്ന്. ഒരു ദിവസം അവൻ തേക്കടി കാട്ടിക്കൂടി പോകുമ്പോഴേ 50 പുലി അവന്റെ ചുറ്റിനും കൂടിയില്ലേ. തേക്കടിയിൽ 50 പുലിയാ? നോണ. സത്യം, 50 പുലിയുടെ 99 കണ്ണുകളും അവനെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു, അറിയാം? 50 പുലിക്ക് 99 കണ്ണാ? 100 കണ്ണല്ലേ ബൈജു? അതിലൊരു പുലി ഒറ്റക്കണ്ണലാണല്ലോ. അവൻ പെട്ടെന്ന് നോക്കെടുത്തിട്ടുണ്ട്, എല്ലാത്തിനും വെടിവെച്ച് കൊന്നു കളഞ്ഞു. വെറുതെ അടിച്ചു വിടാതെ ബൈജു, തേക്കടിയിലാണ് ഒറ്റ പുലി പോലും ഇല്ലല്ലോ. എങ്ങനെ വേണം? അവൻ എല്ലാത്തിനും നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഇവിടെ എവിടെ പുലി ഉണ്ടെങ്കിലും ശരി, അവൻ എല്ലാത്തിനും തട്ടിക്കളയും. അവൻ ആറേക്ക് മോൻ. അയ്യോ, ആരാ മനസ്സിലായില്ല? ഞാൻ ശംഭു, അല്പം ശംഭു തരും. ശംഭു കാണിച്ചാൽ എന്നാ വേണം തരാം. ആ ശിക്കാരി ശംഭു എന്ന് കാണിച്ചു തരാൻ പറ്റും? ശിക്കാരി ശംഭു അല്ലേ ഞാൻ? ശിക്കാരി ശംഭു ആണോ? പിന്നെ. എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിയണം. അതെ, ഈ ചിമ്പാൻസിനെ പിടിക്കുമോ ഇപ്പൊ തന്നെ? ചിമ്പാൻസിനെ പിടിക്കാനല്ലേ ഞാൻ ഈ തോക്കും കോട്ടും സൂട്ടും ഒക്കെ എത്തിയിരിക്കുന്നത്. ആണോ? പിന്നെ പിടിക്കണ കാണാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ വന്നത്. പെട്ടെന്ന് പിടിക്കൂ. പെട്ടെന്ന് പിടിക്കാം. ഈ ചിമ്പാൻസിനെ എവിടെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്? കെട്ടിയിട്ടിരിക്കുന്ന സാധനത്തെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിളിച്ചത്. എടോ മനുഷ്യ, അതാ പുളിമരത്തിന്റെ മേളിൽ ഇരിക്കണാണ്, മനസ്സിലായ? അതാണ് ചിമ്പാൻസി. അതാണ് ചിമ്പാൻസി. ഇപ്പൊ ഞാൻ കേസ് കൊടുക്കാം. രാഘവനെതിരെ ഈ നിമിഷം ഞാൻ കേസ് കൊടുക്കും. പോലീസിനെ വിളി. എന്തിന്? എന്തിനാ? ഇവിടെ 20 വർഷം മുമ്പ് അവനെന്നെ ചിമ്പാൻസി എന്ന് വിളിച്ചറിയാമോ? 20 വർഷം മുമ്പ് ചിമ്പാൻസി വിളിച്ചിട്ട് ഇപ്പോഴാണ് കേസ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോഴല്ലാണ് ഈ വൃത്തികെട്ട ജീവിനെ കാണുന്നത്. ഭഗവാൻ, അതൊക്കെ പോട്ടെ, ആ സംഭവമൊക്കെ പോട്ടെ, അതെല്ലാം മറക്കും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, കറക്റ്റ് ആയിട്ട് ഒന്ന് ആൻസർ തരണം. അത് പറയാം. പത്രത്തിന് വേണ്ടിയിട്ടാണ്. ശംഭു ചെറുപ്പത്തിൽ ആരായിരുന്നു? ചെറുപ്പത്തിൽ ഞാൻ വളരെ കുഞ്ഞായിരുന്നു, പിന്നെ ചോറക്കത്തുനിന്ന് വലുതായതാ. അപ്പൊ ശംഭുന്റെ അച്ഛന് ഈ പട്ടീനെ പട്ടീനറിയുന്നു. ഇവിടെ വേട്ടപ്പട്ടി സൂസിയാണത്. വേട്ടപ്പട്ടിയാണ്? ചിമ്പാൻസിനെ പിടിക്കാനായിട്ട് എന്നെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന വേട്ടപ്പട്ടി സൂസിയല്ലേ? ഓ, വേട്ടപ്പട്ടിയാണ്. അതെ. അവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിച്ചോളൂ. ഈ പട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ട്? ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പട്ടിയാണത്. എന്താണ്? എന്നാണ് പറഞ്ഞാൽ ആ നിമിഷം സൂസി കുരക്കും. ഈ പട്ടി കുരയ്ക്കും? ഈ പട്ടി കുരയ്ക്കും. ഞാൻ നുണ പറഞ്ഞാൽ കുരക്കും? നീ പറഞ്ഞാലും കുരക്കും, ബിസ്ക്കറ്റും പാലും കൊടുക്കണം. ഞാൻ നുണ പറഞ്ഞാലും അവള് കുരക്കും. ആര് നുണ പറഞ്ഞാലും കുരയ്ക്കും? അപ്പ കുരക്കും. അപ്പൊ ശംഭു ഒരു സംശയം ചോദിക്കട്ടെ, ഈ പട്ടി ഏത് ഇനത്തിൽ പെടും? അക്സെഷൻ അല്ല, ഡോബർമാൻ. ഡോബർമാൻ അല്ല, ഈ ജർമ്മൻ ഷെപ്പേർഡ്. അതെ, ആരും അറിയണ്ട. ഈ കൊച്ചിൻ ഷിപ്പയാണെന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ വാതിക്കോടെ അലഞ്ഞെറിഞ്ഞ പട്ടിയ വാലും മുറിച്ച് വെയിറ്റ് അടിച്ചെടുത്തതാ. ആരോടും പറയണ്ട കേട്ടോ. മറ്റൊരു ക്വസ്റ്റ്യൻ, ചോദിക്കൂ. ശംഭുന്റെ അച്ഛൻ ആരായിരുന്നു? അച്ഛൻ ചിക്കാരി ശംഖു. ഓ, അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ ധിക്കാരി ശംഭു, ഭയങ്കര ധിക്കാരിയല്ലായിരുന്നു? ആണല്ലേ? പിന്നെ ഈ മുത്തച്ഛനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ വാരിക്ക് വേണ്ടി പറയാം? ചെറിയ ഓർമ്മ എന്നെ മറിച്ച് കിടപ്പുണ്ട്. എന്താണ്, പറയൂ. അതായത് ഒരു ദിവസം മുത്തച്ഛൻ തോക്കെടുത്ത് കഷത്ത് വെച്ച് വനത്തിലേക്ക് പോയി. വനത്തിലോട്ട് പോയി? എന്തിനാ? ഒറ്റയാനെ പിടിക്കാൻ. ഓ, വേട്ടയ്ക്ക്. അതെ. മുത്തച്ഛൻ മരത്തിലേക്ക് കടക്കാനും ഒരു 3 ഒറ്റ, 2 ഒറ്റ, സൂസി ഒരൊറ്റയാൻ. ഒരെണ്ണം നശിപ്പിച്ചല്ല, മുത്തച്ഛൻ ഇലയിറങ്ങണ സൗണ്ട് കേട്ട്. അത്രേ ഉള്ളൂ. ഇതും മറ്റാരോടും പറയണ്ട കേട്ടോ, ഞാൻ വാരികയിൽ എഴുതുന്നില്ല. അതൊക്കെ പോട്ടെ, ഈ മുത്തച്ഛൻ ഭയങ്കര ധൈര്യശാലിയാന്ന് പറഞ്ഞു. അപാര ധൈര്യശാലിയായിരുന്നു. ആണല്ലേ? ഈ മുത്തച്ഛനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ? ഒരു ചെറിയ ഓർമ്മ കിടപ്പുണ്ട്. പറയൂ. മുത്തച്ഛൻ ധൈര്യശാലി ആയിരുന്നല്ലോ. അതെ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് മുത്തച്ഛന് ധീരതയ്ക്കുള്ള അവാർഡ് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. മുത്തച്ഛൻ അവാർഡ് മേടിച്ച് തിരിച്ചു വന്നപ്പോ എന്ത് പറ്റി? സന്ധ്യയായി പോയി, രാത്രിയായി, ഇരുട്ട്. പക്ഷെ മുത്തച്ഛന് പേടിയുണ്ടോ? ധൈര്യം. മുത്തച്ഛൻ അവാർഡ് മേടിച്ച് വരവിലൂടെ മെല്ലെ നടന്നു. എന്ത് പറ്റി? ഒരു തവള വട്ടം, ഒരു ചാട്ടം. അതോടെ തീർന്നു. അല്ല, മുത്തച്ഛന്റെ ഇതാണ് ധൈര്യശാലി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ പോട്ടെ ശംഭു, മറ്റൊരു ക്വസ്റ്റ്യൻ. ശംഭു ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള മൃഗം ഏതാണ്? സിംഹം. സിംഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്ന ഒരു മൃഗം. ആര് പറഞ്ഞു? അങ്ങനെയൊന്നും ആക്രമിക്കില്ല. എല്ലാ സിംഹങ്ങളും ആക്രമിക്കുകയല്ല. ആക്രമിക്കാത്ത സിംഹങ്ങളുണ്ട്. അതൊക്കെയാണ്. അത് 3 തരം സിംഹങ്ങളാണ്. ആക്രമിക്കാത്ത സിംഹം ഒന്ന് പറയൂ. 1, ഈ ഫോട്ടോയിൽ കാണുന്ന സിംഹം. അവിടെ ഇരിക്കും, അനങ്ങില്ല. പിന്നെ ഈ ചത്ത് കിടക്കുന്നത്, കമ്പിട്ട് കുത്തിയാലോ അവൻ മിണ്ടത്തില്ല, ഒരു ഉപദ്രവവും. 3, മൂന്നാമത്തത് ജനിക്കാനിരിക്കുന്ന സിംഹം, ഒരു അസാവം ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അമ്മച്ചിയാണ് അവനും ചെയ്യാൻ. അതൊക്കെ പോട്ടെ, മറ്റൊരു ക്വസ്റ്റ്യൻ. സിംഹങ്ങൾ പൊതുവെ എത്ര ജാതി, എത്ര ഇനമുണ്ട്? 3 ജാതി സിംഹങ്ങൾ. 3 ജാതി സിംഹം ഏതൊക്കെയാണ്? 1 ആൺജാതി, ആൺജാതി. 1 പെൺജാതി. പെൺജാതി. 3ാമതൊരു ജാതി ഉണ്ട് മോനെ. അതേതാണ്? ചാന്തോട്ട്. ഈ സിംഹത്തെ നമ്മൾ അങ്ങനെ തിരിച്ചറിയും? ഈ സിംഹത്തിനെ അങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ഗോവിപ്പൊട്ട്, കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും, പിന്നെ സട ഇങ്ങനെ നീട്ടി വളർത്തും. ഈ സിംഹം എന്തെങ്കിലും ഉപദ്രവകാരിയാണോ? ആ സിംഹത്തെ ഒറ്റ ഉപദ്രവമില്ല. ഒരു കാര്യമുണ്ട്, അവന്റെ മുന്നിൽ പെട്ടാൽ അതൊക്കെ പോട്ടെ. ആൺസിംഹവും പെൺസിംഹവും കൂടി ഇങ്ങോട്ട് വരികയാണ്. കുറെ സിംഹങ്ങൾ വരികയാണ്. അതിനകത്ത് ആൺസിംഹം ഏതാണ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? സിമ്പിൾ. കുറച്ച് സിംഹം ഇങ്ങോട്ട് വരുന്നു. അപ്പൊ നമുക്ക് ആൺസിംഹത്തിനെ തിരിച്ചറിയണം. എന്ത് ചെയ്യണം? ഒരു പൈന്റ് എടുത്ത് കാണിക്കണം. ഒരു പൈന്റ്
കൊണ്ട് ആൺസിംഹം ആണെങ്കിൽ ഓടിപ്പോയി സോഡയും ഗ്ലാസുമായിട്ട് വരും. അച്ചാറും കൂട്ടി അടിക്കാം. അതൊക്കെ പോട്ടെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ ശംഭു ഒരുപാട് വനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ പെട്ടെന്ന് ഒരു സിംഹം മുന്നിലേക്ക് ചാടി വീണാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണം, എല്ലാം സിംഹം ചെയ്തോളൂ. ഓ അങ്ങനെ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഇനി ചോദിക്കാൻ പോകുന്നത്. ഈ ശംഭു എങ്ങനെയാണ് ചിമ്പാൻസിയെ പിടിക്കുന്നത്? ചിമ്പാൻസിയെ പിടിക്കാനായിട്ട് 3 എക്യുപ്മെന്റ്സുകൾ വെച്ചാണ് ഞാൻ ചിമ്പാൻസിയെ പിടിക്കുന്നത്. ഓ ഓക്കെ, മനസ്സിലായി. അതായത് 1 ശംഭു, 2 നമ്മുടെ സൂസിപ്പട്ടി, 3 തോക്ക്, ശംഭു, പട്ടി. ഓക്കെ പിടിക്കൂ. ഇപ്പൊ സമയം എന്തായി? ഇപ്പൊ സമയം 7:30. 8 മണിയോട് കൂടി ഈ ചിമ്പാൻസി ഇരിക്കുന്ന പുളിമരത്തിലേക്ക് മെല്ലെ ഞാൻ കേറാൻ തുടങ്ങും. 9 മണിയോട് കൂടി ഒന്നാമത്തെ ജില്ലയിലെത്തും. എന്നിട്ട് അവിടെ ഇരിക്കല, വീണ്ടും കയറും. 10 മണിയോട് കൂടി 3ാമത്തെ ജില്ലയിലേക്ക്. 10 മണിയോട് കൂടി 3ാമത്തെ ജില്ലയിലെത്തും. ഇത്ര ലെങ്ത് ഉള്ള ഒരു മരത്തെ കയറാൻ 10 മണി, 2 മണിക്കൂർ. 2 മണിക്കൂർ ആദ്യമായിട്ട് മരത്തെ കയറുമ്പോ ഇത്തിരി താമസം ഉണ്ടാവും. 11 മണിയോട് കൂടി വീണ്ടും കയറും. 12 മണിയോട് കൂടി 4ാമത്തെ ജില്ലയിലെത്തും. 1 മണിയോട് കൂടി 5ാമത്തെ ജില്ലയിലെത്തും. അങ്ങനെ കയറി 5 മണിയോട് കൂടി ഈ ചിമ്പാൻസി ഇരിക്കുന്ന ജില്ലയിൽ ശംഭു എത്തും. അതൊക്കെ ഞാൻ ചിമ്പാൻസിയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും. ശംഭു ചിമ്പാൻസി അല്ലല്ല, ചിമ്പാൻസി ശംഭു. അതിനുശേഷം ഞാൻ ചിമ്പാൻസിയോട് ചെറിയൊരു തമാശ പറയും. ചെറിയൊരു കോമഡി പറയും. അപ്പൊ ചിമ്പാൻസി പൊട്ടിച്ചിരിക്കും. ചിരിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ പണിയുണ്ടല്ലോ. 5 മണിക്കാണല്ലോ ഞാൻ ചിമ്പാൻസിയോട് തമാശ പറയുന്നത്. ഒരു 5:20 ആകുമ്പോ ചിമ്പാൻസിയെ ഞാൻ മെല്ലെ 5:30 ആകുമ്പോ ചിമ്പാൻസി തിരിച്ചു മറിഞ്ഞ് തലയും കുത്തി മരത്തിന്റെ താഴത്തേക്ക് പോരും. എന്തിനാണ് ചിരിക്കാൻ ഈ 10 മിനിറ്റ്? എടാ ചിമ്പാൻസിന്റെ മേലും കൂടെ രോമല്ലേ ഇക്കിളകത്ത് കയറി ചെല്ലുന്നുണ്ട്. അത് ഞാൻ 10 മിനിറ്റ് നമ്മളെ ചിമ്പാൻസി ഇക്കിളിട്ട് ചിരിപ്പിച്ച് തലങ്ങത്ത് മറിച്ച് താഴത്തേക്ക് വീഴുമ്പോൾ നമ്മുടെ സൂസിപ്പട്ടി ചാടി ചിമ്പാൻസിയുടെ മർമ്മത്ത് ഒരു കടി. അപ്പോൾ ഞാൻ വലയുമായി ചാടി വീണ് ചിമ്പാൻസിയെ ചുട്ടിക്കൂട്ടി എടുക്കും. അങ്ങനെയാണ് പിടിക്കുന്നത്. അങ്ങനെ 5 രൂപ ഇക്കിളിടുന്നു, 5 ഉപ്പാകുമ്പോൾ ചിരിച്ച് താഴെ വീഴുന്നു. ഈ സമയത്ത് സൂസിപ്പട്ടി അടി ശംഭുവിന്റെ മർമ്മത്ത് കടിക്കുന്നു. ചിമ്പാൻസിന്റെ മർമ്മത്ത് കടിക്കുന്നു. അപ്പോൾ വലയുമായി ചാടി വന്ന് ഞാൻ ചുട്ടിക്കൂട്ടി എടുക്കുന്നു. അങ്ങനെയാണ് പിടിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം. വന്നപ്പോൾ ഈ തോക്ക കയ്യിലുണ്ടായിരുന്നല്ലോ, ഇത് എന്തിനാണ് എന്റെ കൈ തന്നത്? കാര്യമുണ്ട്. ചിമ്പാൻസിനെ 5 മണിക്കാണല്ലോ ചിരിപ്പിച്ച് താഴത്തേക്ക് കിടുന്നത്. ഇനി ചിമ്പാൻസി അല്ലേ? ഒരു ദുർബുദ്ധി തോന്നി. ഈ 5 മണിക്ക് മുമ്പെങ്ങാനും എന്നെ ചിരിപ്പിച്ച് തള്ളി താഴത്തേക്ക് ഇട്ടാൽ ഈ വൃത്തികെട്ട പട്ടിയാടി എന്റെ മർമ്മത്ത് പഠിക്കൂടാ. അതിന് മുമ്പ് അതിനെന്ത് വെടി വെച്ച് വന്നേക്കണം.